നമസ്തേ ഛാത്രോം. നമ്മുടെ അടുത്ത ചാപ്റ്റർ ജുലൂസ്. ജുലൂസ് എന്നാൽ ജാഥ അല്ലെങ്കിൽ ഘോഷയാത്ര എന്നാണ് അർത്ഥം. പ്രേംചന്ദിൻ്റെ കഥയെ ചിത്ര മുദ്ഗൽ നാട്യരൂപാന്തരാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നേപഥ്യമേം സ്വരാജ്യവും കാ ജുലൂസ് ആ രഹാ ഹെ. അണിയറയിൽ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക് അംഗ്രേസോं के खिलाफ नारे लगा रहे हैं और ഭാരത് മാതാ की ജയ് ജയ്കാർ കർ രഹേ ഹേ. ആളുകൾ ഇംഗ്ലീഷുകാർക്കെതിരായി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. ഭാരതാംബയ്ക്ക് വിജയാരവം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അംഗ്രേസോ ഭാരത് ചോടോ, അംഗ്രേസോ ഭാരത് ചോടോ, ജയ് ഭാരത് മാതാ, ഇംഗ്ലീഷുകാർ ഇന്ത്യ വിടുക, ഇംഗ്ലീഷുകാർ ഇന്ത്യ വിടുക, ഭാരതാംബ വിജയിക്കട്ടെ. ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. സടക്ക് ലഗെ ബാസാർ മേ ദുക്കാൻദാർ ബഹസ് കർ രഹേ. റോഡിനോട് ചേർന്ന മാർക്കറ്റിൽ കച്ചവടക്കാർ പരസ്പരം വഴക്കടിക്കുകയാണ്. അതിലൊരു കച്ചവടക്കാരൻ ശംഭുനാഥ് നാരോങ്കോ സുൻകർ വ്യംഗ്യസെ മുദ്രാവാക്യങ്ങൾ വിളിക്കേട്ട് കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ദേക്കരേന ദീൻദയാൽജി, എടോ ദീൻദയാലെ നിങ്ങൾ കണ്ടില്ലേ, സബ്കെ സബ് കാൽ കെ മുഹമേ ജാരയെ, നോക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാവരും കൂടെ കാലൻ്റെ വാക്യത്തോട്ടാണ് പോകുന്നത്. സ്വരാജ് ലാനെ ചലയും, അവർ സ്വരാജ്യം അല്ലെങ്കിൽ സ്വന്തം രാജ്യം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആകെ പോലീസ് സവാരോങ്ക ദൽ ഖടാ ഹുവാ ഹേ, ദാ തൊട്ട് മുന്നിൽ പോലീസുകാരുടെ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ ഉണ്ട്. മാർക്കർ ഭാഗാതേക, എല്ലാത്തിനെയും ഇപ്പോൾ അടിച്ചോടിക്കും. ഇപ്പോൾ ദീൻദയാൽ മഹാത്മാജി ഫീസ് അടിയേ ഗയേ ഹേ ശംഭുനാഥ് ഭയ്യ, ശംഭുനാഥേ, മഹാത്മാജി പോലും ഇപ്പോൾ അവശനായിരിക്കുന്നു. ജുലൂസ് നികാൽനെ സെ സ്വരാജ് മിൽ ജാത്താ തോ കബ് മിൽ ഗയാ ഹോത്താ. ഒരു ജാഥ നടത്തിയാൽ സ്വാതന്ത്ര്യം കിട്ടുമെങ്കിൽ എന്നേ കിട്ടിയേനെ നമുക്ക് സ്വാതന്ത്ര്യം. തനിക്ക് ദേക്കോ തോ ജുലൂസ് മേ ഹോക്കോൻ, നോക്ക് ആ ജാഥയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന്. ലൗഡേ ലഫങ്കെ സിർഫിരെ, കുറേ മൊണ്ടികളും മുടന്തന്മാരും തലതിരിഞ്ഞുമാരൊക്കെയാണ് ഉള്ളത്. ഷഹർക്ക കോയി ബഡാ ആദ്മിക്ക് ദിക്രാ, ഏതെങ്കിലും പട്ടണത്തിലുള്ള വലിയ ആൾ ആ ജാഥയിലുണ്ടോ? तो फिर हमें क्या पड़ी है, अपनी दुकान बंद कर जुलूस में आए. പിന്നെ നമ്മളെന്തിനാ ഇപ്പോൾ കടയടച്ചിട്ട് ഘോഷയാത്രയ്ക്ക് പോകുന്നത് എന്തിനാ? ബാസാർമേം ചപ്പലേം ബേച്ച് രഹാ മൈക്കു ഉൻ ദോനോം കി ബാത്തേം ഠടാക്കർ സുൻ ഠടാക്കർ ഹസ് പട്ത. അപ്പോൾ മാർക്കറ്റിൽ ചപ്പൽ വിൽക്കുന്ന മൈക്കു എന്ന് പറയുന്ന മറ്റൊരു കച്ചവടക്കാരൻ ഇവരുടെ വാക്കുകൾ കേട്ട് നല്ല രീതിയിൽ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ശംഭുനാഥ് ചിറ്റ്കർ തൂ അപ്പനി ചട്ടിയാം ഓർ ചപ്പലേം ബേച്ച് മൈക്കു ടട്ടിയ കാഹേ രഹ ലഗ്താ ഹെ ആജ് ബിക്രി അച്ചിയോ. നീ എന്തിനാടെ നിൻ്റെ ചപ്പലും ചെരുപ്പൊക്കെ വിറ്റിട്ട് നീ കിടന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് എന്തിനാ? ഇന്ന് നല്ല കച്ചവടമാണെന്ന് തോന്നല്ലോ, നിനക്ക് ഭയങ്കര സന്തോഷം എന്താ? മൈക്കു വിക്രി ചോടോ ശംഭു ഭയ്യ, ഹേ കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക, അതൊക്കെ കളയി ശംഭു ചേട്ടാ. ഹസ്രാവ് തുമാരി ബാത്ത് പേ, ഞാൻ ചിരിച്ചത് നിങ്ങളുടെ സംസാരം കേട്ടിട്ടാണ്. ശംഭുനാഥ് കിസ് ബാത്ത് പേ, എന്ത് കേട്ടിട്ടാ ചിരിച്ചത്? മൈക്കു അരേ ബഡേ ആദ്മി കാഹെ ജുലൂസ് മേ ആനെ ലഗേ. അല്ല നിങ്ങളിപ്പോൾ വലിയ ആൾക്കാർ ജാഥയിലില്ലെന്നൊക്കെ പറഞ്ഞു. എവിടെയാ വലിയ ആൾക്കാരൊക്കെ ജാഥയിൽ വന്നു തുടങ്ങിയത്? അംഗ്രേസി രാജ്യമേ ഉനേം കോൻ കമി, ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ അവർക്ക് എന്തിൻ്റെ കുറവാ വലിയ വലിയ ആൾക്കാർക്ക്? ഠാട്ട് സെ ബഗലോം അവർ മംഗലോം മഹലോം മേ രഹത്തെ. അവർ മടി പിടിച്ച് ബംഗ്ലാവിലും കൊട്ടാരത്തിലുമൊക്കെ ഇരിക്കുകയാണ്. മോട്ടോറോമേയും കൂംതേ ഹെ, അവരുടെ മോട്ടോർ വാഹനങ്ങൾ ചുറ്റിയടിച്ച് നടക്കുക. മർത്തോ ഹം ലോകരെ ജിൻകി റോട്ടിയോം കാ ഠിക്കാനായി. ഇവിടെ കിടന്ന് ചാവുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാരല്ലേ. ആരാ? ആഹാരം കഴിക്കാൻ പോലും നിവർത്തിയില്ലാത്ത ആൾക്കാർ. ശംഭുനാഥ് കടാഷ് സെ തും കിസ് ബാത് തും യേ സബ് ബാത്തേം ക്യാ സംശയേഗാ മൈക്കു, നീ എന്താ വിചാരിച്ചിരിക്കുന്ന മൈക്കു? ജിസ് കാം മേം चार बड़े आदमी अगुआ होते हैं സർക്കാർ पर भी उसकी दाग बैठ जाती है. ഏതൊരു പ്രവൃത്തിയിലാണോ വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ളത്, അപ്പോൾ പെട്ടെന്ന് സർക്കാരിൽ അതിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അത് ശരിയല്ലേ? നിനക്കറിയില്ലേ? ലൗഡേ ലഫങ്കോക്കെ ഗോൽ ഫല ഹാക്കിമോങ്കി നിഗാമി ക്യാ ജാഞ്ചേക. കുറേ മുണ്ടികളും മുടന്തന്മാരും ജാഥ നടത്തിയാൽ നമ്മുടെ സർക്കാർ ആരെങ്കിലും അതിൽ ദൃഷ്ടി പതിപ്പിക്കുമോ? അത് ശ്രദ്ധിക്കുമോ? മൈക്കു ഹമാര ബഡാ ആദ്മി തോ വഹി ഹെ ജോ ലങ്കോട്ടി ബാന്ധെ നംഗെ പാവ് ഘൂംതാ ഹെ. നമ്മുടെ വലിയ ആളെന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, അദ്ദേഹമാണ്. ലങ്കോട്ടി ഉടുത്ത് നഗ്നപാതനായി നടന്നിരുന്ന അദ്ദേഹം. ജോ ഹമാരി ദശ സുധാർനെ കെ ലിയെ അപ്പനി ജാൻ ഹഥേലി പർ ലിയെ ഫിർത്താ ഹെ. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ നല്ലതാക്കാൻ വേണ്ടിയിട്ട്
അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന അദ്ദേഹമാണ് നമ്മുടെ വലിയ ആൾ. വഹേ മഹാത്മാഗാന്ധി, അദ്ദേഹമാണ് നമ്മുടെ മഹാത്മാഗാന്ധി. ഉസ്കെ ആകെ ഹമേ കിസി ബഡേ ആദ്മിക്ക് പർവാനയും, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമുക്ക് മറ്റാരുമില്ല, വലിയവനായിട്ട് മറ്റാരുമില്ല. നേപത്യമേ ജുലൂസ് കെ നാരെ പ്രഖർ ഹോനെ ലഗ്തേ ഹേം, അപ്പോൾ അണിയറയിൽ മുദ്രാവാക്യങ്ങൾ വിളി വളരെ ശക്തമാകുന്നു. ദീൻദയാൽ, നയാ ദാരോഗ ബീർബൽ സിംഗ് ബഡേ ജല്ലാദ് ഹേ മൈക്കു, ജുലൂസ് കെ ചൗരാസ്തേ പർ പഹുഞ്ചത്തെ ഹി ഹണ്ടർ ലേക്കർ പിടി പടേഗ. ആ പുതിയ ഇൻസ്പെക്ടർ ബീർബൽ സിംഗ് എന്ന് പേരുള്ള അയാൾ ഭയങ്കര ക്രൂരനാണടാ മൈക്കു. അയാൾ മിക്കവാറും ഈ ജാഥ നാൽക്കവലയിലെത്തുമ്പോൾ ഉറപ്പായിട്ടും ചാട്ട കൊണ്ട് എല്ലാവരെയും അടിക്കും. ഫിർ ദേഖനായേ സ്വരാജി കൈസെ ദും ദബാക്കർ ഭാഗ് ഖടേ ഹോങ്കെ. അപ്പോൾ നമുക്ക് കാണാം ഈ സ്വാതന്ത്ര്യസമര സേനാനികളൊക്കെ വാലും ചുരുട്ടി ഓടുന്നത്. ഉദർ ദേഖ് മൈക്കു ദേഖ്, സിപാഹിയോനെ ജുലൂസിയോ കോ റോക്ക് ദിയായേ. നോക്കടാ നോക്ക്, ആ പട്ടാളക്കാരിതാ സ്വാതന്ത്ര്യസമര സേനാനികളെ തടഞ്ഞു. സംഗീത്, അപ്പോൾ മ്യൂസിക് കേൾക്കുന്നു. ദൃശ്യാന്തർ, സീൻ ചേഞ്ച് ആവുകയാണ്. സിപാഹിയോ കെ സാത്ത് ഘോടെ പർ സവാർ ദാരോഗ ബീർബൽ സിംഗ്, ബീർബൽ സ്വരാജ്യോ പർ ഗർജത്താ ഹേ. ആ പട്ടാളക്കാരുടെ മുന്നിൽ കുതിരസവാരിക്കാരനായ ഇൻസ്പെക്ടർ ബീർബൽ സിംഗ് സ്വാതന്ത്ര്യസമര സേനാനികളോട് ഗർജിക്കുന്നു, അലറുന്നു. ബീർബൽ സിംഗ്, റുക് ജാओ, തും ലോഗോं को ആകെ ജാനെ കാ ഹുക്കം നഹി ഹേ. നിൽക്കവിടെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അധികാരമില്ല. ജുലൂസ് മേം ദബി ജുബാൻ സെ കുസർ ഫുസുർ. അപ്പോൾ ജാഥയിലുണ്ടായിരുന്ന ആൾക്കാർ പതുക്കെ അടക്കം പറയുകയാണ്, ഏ നയോ ദൗരോഗ ഹേ, ഹാ ഭായ്, ഇസി കാ നാം ബീർബൽ സിംഗ് ഹേ. ഇയാളാണ് പുതിയ ഇൻസ്പെക്ടർ, ഇയാളുടെ പേരാണ് ബീർബൽ സിംഗ്. സുനാ ഹേ ബഡാ ജല്ലാദ് ഹേ, കേട്ടത് ഇയാൾ ഭയങ്കര ക്രൂരനെന്നാണ്. ശാന്ത് ഭായിയോ ശാന്ത്, ശാന്തരാകൂ സഹോദരന്മാരെ, ശാന്തരാകൂ. സുനോ ഇബ്രാഹിം അലി ദാരോഗ സെ ക്യാ കഹ് രഹേംഗെ. നോക്കൂ നോക്കൂ, നമുക്ക് ശ്രദ്ധിക്കാം ഇബ്രാഹിം അലി എന്താണ് ആ ഇൻസ്പെക്ടറിനോട് സംസാരിക്കുന്നതെന്ന്. ഇബ്രാഹിം അലി ഊഞ്ചേ സ്വരമേം, ദാരോഗ സാഹബ്. അപ്പോൾ ഇബ്രാഹിം അലി സംസാരിക്കുകയാണ്. ഇബ്രാഹിം അലി ആ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്. ഇൻസ്പെക്ടർ സാർ, मैं आपको इत्मीनान दिलाता हूँ कि किसी किस्म का ദംഗ ഫസ്ദ ന ഹോഗ. ഞാൻ അങ്ങേക്ക് ഉറപ്പ് തരുന്നു, ഇവിടെ യാതൊരു തരത്തിലുള്ള ലഹളയും നടക്കില്ല. ഹം ദൂക്കാനെ ലൂട്ട്നെ യാ മോട്ടറേൻ തോട്ട്നെ നെഹി നിക്കലെ ഹേ. നമ്മൾ കടകൾ തല്ലിത്തകർക്കാനോ വാഹനങ്ങൾ തല്ലിത്തകർക്കാനോ കൊള്ളയടിക്കാനോ ഒന്നും വന്നവരല്ല. ഹമാര മക്സദ് ഉസ്സെ കഹി മുഞ്ചാ ഹേ. നമ്മുടെ ലക്ഷ്യം അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്. ബീർബൽ സിംഗ്, ഇബ്രാഹിം സാഹബ് മുझे यह हुक्म है कि ജുലൂസ് യഹാൻ സെ ആകെ ന ജാനെ പായി. എന്നോട് ഇങ്ങനെയാണ് ഓർഡർ തന്നിരിക്കുന്നത്, ജാഥയെ ഇവിടുന്ന് മുന്നോട്ട് വിടാൻ പാടില്ല. ഇബ്രാഹിം അലി, ആപ് അപ്നെ അഫ്സറോ സെ ജറാ പൂച്ച് നല്ലേ. താങ്കളുടെ ഓഫീസർമാരോടൊന്ന് ചോദിച്ചാലും. ബീർബൽ സിംഗ്, मैं इसकी कोई ज़रूरत नहीं समझता. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇബ്രാഹിം അലി, തോ ഹം ലോഗ് യഹീം ബൈഠത്തെ ഹേം. എന്നാൽ ഞങ്ങളിവിടെ ഇരിക്കാൻ പോവുകയാണ്. ജബ് ആപ് ലോഗ് ചലേ ജായെങ്കിൽ തോ ഹം നിക്കൽ ജായെങ്കിൽ. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ വീണ്ടും പുറപ്പെടും. ബീർബൽ സിംഗ്, യഹാം ഖടേ ഹോനെ കാഫി ഹുക്കും നഹി ഹേ. ഇവിടെ നിൽക്കാനും നിങ്ങൾക്ക് അധികാരമില്ല. ആപ് ലോഗോങ്കോ വാപ്പസ് ജാനാ പടേഗ. നിങ്ങളെല്ലാവരും മടങ്ങിപ്പോയേ പറ്റൂ. ഇബ്രാഹിം അലി ഗംഭീരദാസെ, വളരെ ഗാംഭീര്യത്തോടെ, വാപ്പസ് തോ ഹം ന ജായെങ്കിൽ, ഞങ്ങൾ പോകില്ല. ആപ്കോ യാ കിസിക്കോ ഹമേ റോക്കനെ കാ കോയി ഹുക്കും നഹി ഹേ. താങ്കൾക്കോ മറ്റാർക്കും നമ്മളെ തടയാനുള്ള ഒരധികാരവുമില്ല. ആപ് അപ്നെ സവാരോം സംഗീനോം और ബന്ദൂക്കോं के जोर से हमें रोकना चाहते हैं तो रोक लीजिए. താങ്കളുടെ സൈന്യത്തെ കൊണ്ടോ ആയുധങ്ങളെ കൊണ്ടോ തോക്ക് കൊണ്ടോ ഞങ്ങളെ തടയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തടയൂ. മഗർ ആപ് ഹമേ ലൗട്ടാ നഹി സക്തെ. പക്ഷേ അങ്ങേക്ക് ഞങ്ങളെ മടക്കാനാവില്ല. ബീർബൽ സിംഗ്, ഹമാരാ ഹുക്കും ക്യാ ആപ്കോ സുനായി നഹി പടാ. ദേഷ്യം വന്ന ബീർബൽ സിംഗ് ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞ ഓർഡർ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സ് വരുന്നില്ലേ? ഇബ്രാഹിം അലി, ന ജാനെ യഹ് ദിൻ കബ് ആയേഗ. എനിക്കറിയില്ല അങ്ങനെ ഒരു ദിവസം എന്നാണ് വരുന്നതെന്ന്. ജബ് ഹമാരെ ഭായ് ബന്ധു ऐसे हुक्मों की तामील करने से साफ इनकार कर देंगे, जिनकी मब्जा महज कौम को गुलामी के जंजीरे में जगड़ रखना है. എനിക്കറിയില്ല അങ്ങനെ ഒരു ദിവസം എന്നാണ് വരുന്നതെന്ന്. ഞങ്ങളുടെ സ്വന്തം സഹോദരന്മാർ ഈ പറയുന്ന ഇംഗ്ലീഷുകാരുടെ ആജ്ഞകൾ
പാലിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ദിവസം. കാരണം ഈ ബിർബൽ സിംഗും ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ബ്രിട്ടീഷുകാരൻ്റെ സൈനികനായിട്ട് ജോലി നോക്കുകയാണ്. എന്നാണ് നിങ്ങളെപ്പോലെയുള്ളവർ ഈ അടിമത്വത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്ന ഒരു ദിവസം എന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ബീർബൽ സിംഗ് വിനമ്ര ഹോക്കർ വളരെ വിനീതനായിട്ട് പറയുകയാണ്, DSP സാഹബ് ആ രഹേ ഹേം ഇബ്രാഹിം സാഹബ്, ഇസ്സെ പെഹലെ ആപ് ലോഗ് വാപ്പസ് ലൗട്ട് ജായേ. DSP സാഹബ് വരുന്നുണ്ട് ഇബ്രാഹിം സാഹബ്, അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടുന്ന് മടങ്ങിപ്പോയാലും. സ്വരാജി സമവേദ സ്വരമേം. അപ്പോൾ സ്വാതന്ത്ര്യസമര സേനാനികൾ ഒരേ സ്വരത്തിൽ ഹം നഹി ജായെങ്കെ, ഹം നഹി ജായെങ്കെ, ഞങ്ങൾ പോകില്ല, ഞങ്ങൾ പോകില്ല. ബീർബൽ സിംഗ് ഫിർ തോ സോച്ലേം ബഹുത് നുക്സാൻ ഉടാനാ പടേഗ. ഒന്നുകൂടെ ചിന്തിക്ക്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. സ്വരാജി സമവേദ സ്വരമേം ഹമേം കോയി മലാൽ നഹീം, ഭാരത് മാതാ കി ജയ്, ജയ് ഭാരത് മാതാ. സ്വാതന്ത്ര്യസമര സേനാനികൾ ഒരേ സ്വരത്തിൽ വിളിക്കുകയാണ്, ഞങ്ങൾ പോകില്ല, ഭാരതാംബ വിജയിക്കട്ടെ, ഭാരതാംബ വിജയിക്കട്ടെ. ബീർബൽ സിംഗ് ആദേശാത്മക സ്വരമേ, ഉടനെ ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ സിപാഹിയോ ലാത്തി ചാർജ് കരോ, പട്ടാളക്കാരെ ലാത്തി ചാർജ് നടത്തൂ. ലാത്തി ചാർജ് കി ധ്വനി, ഉടൻ തന്നെ ലാത്തി ചാർജ് ആരംഭിക്കുന്നു. ഘോടോം കി ടാംബോം और हिनहिनाने की आवाज़ें की बीच स्वराजियों के घायल होने का ആർത്തസ്വർ. കുതിരകളുടെ കുളമ്പടി ശബ്ദം, അതുപോലെ കുതിരകൾ ഉറക്കെ കരയുന്ന ഒച്ച, അതിനിടയിൽ പട്ടാളക്കാർ മുറിവേൽക്കുന്ന വളരെ ദയനീയമായ ശബ്ദവും കേൾക്കാം. ബീർബൽ സിംഗ് ചേതാവനി ഭരേ സ്വർമേ, വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് ബീർബൽ സിംഗ്. അഭി ഭി വക്ത് ഹേ, ഇനിയും സമയമുണ്ട്. ഇബ്രാഹിം അലി സാഹബ് ആപ് മേരെ സാമനെ സെ ഹട്ട് ജായേ, എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ മാറിയാലും. ഇബ്രാഹിം അലി ചുനൗത്തി ഭരേ സ്വർമേം, വെല്ലുവിളി നേരിടുന്ന സ്വരത്തിൽ തിരിച്ചു പറയുകയാണ്, ആ ബേട്ടൻ ചലായേ ദാരോഗാജി, നിങ്ങൾ ആ തോക്കിൻ്റെ പാത്തി ഉപയോഗിച്ച് ഞങ്ങളെ അടിക്കൂ. സിർ പർ ബേട്ടൻ സെ വാർ ഹോത്തി ഹേ, ഇബ്രാഹിം അലിക്ക് കാരുണിക് ആ നികൽത്തി ഹേ. ഉടൻ തന്നെ തലയിൽ ആ തോക്കിൻ്റെ പാത്തി ഉപയോഗിച്ച് അടിക്കുന്നു ഇബ്രാഹിം അലിയുടെ. അദ്ദേഹം വളരെ ദയനീയമായി ആ എന്ന് വിളിച്ചുകൊണ്ട് വീഴുന്നു. ഔർ അഗ്ലെ ഹി പൽ ഉൻകാ സിർ ഘോടെ കി ഢാംബോം കെ നീച്ചെ ആക്കർ പട് ജാത്താ ഹൈ. അടുത്ത നിമിഷം തന്നെ കുതിരകളുടെ കുളമ്പിന് താഴെ വന്ന് വീഴുന്നു അദ്ദേഹത്തിൻ്റെ തല. സ്വാധീനതാ സേനാനി അധീർ ഹോ ജാത്തേയും, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധൈര്യം ചോർന്നു പോകുന്നു. ഇത് കണ്ട് ഒരു സ്വരാജി പറയുകയാണ്, സ്വരാജി ഏക് ഖബറായ സ്വർമേ, അരേ ദേക്കോ ദേക്കോ, നോക്കൂ നോക്കൂ, ദാരോഗാനെ അപ്നെ ഘോട ഇബ്രാഹിം സാബ് കെ ഊപ്പർ ചടാ ദിയാ, ഉൻകാ സിർ ഫട്ട് ഗയാ. നോക്കൂ, ഇബ്രാഹിം അലിയുടെ മുകളിലേക്ക് ആ കുതിരയെ കയറ്റിയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തല പൊട്ടി. സ്വരാജി ദോ സിർ സെ ഖൂൻ നികൽ റാ ഹൈ, അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് ഒഴുകുകയാണ്. ജല്ലാദ് ദാരോഗ അംഗ്രേസോ ഹേ പിട്ടു ഹേ തു, ക്രൂരനായ ഇൻസ്പെക്ടർ, വെറും ഇംഗ്ലീഷുകാരുടെ പാവ. സ്വരാജി തീൻ. അപ്പോൾ മൂന്നാമത്തെ സ്വരാജി പറയുകയാണ്, ഹം കിരായ കി ടൊട്ടു നഹി ഹേ തോ തേരി നിർദ്ദയതാ സെ ഡർക്കർ പലട്ട് ജായ്. ഞങ്ങൾ വെറും വാടകയ്ക്കെടുത്ത കുതിരകളല്ലടാ, നിൻ്റെ ഈ നിർദ്ദയത കണ്ടിട്ട് അല്ലെങ്കിൽ ദയയില്ലായ്ക കണ്ടിട്ട് ഓടാൻ ഞങ്ങൾ വെറും കോമാളികളൊന്നുമല്ല. സ്വാധീനതാക്കെ സച്ചേ സേവകയും, യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അപ്നി ജാൻ ദേ ദേങ്കെ മഗർ ഭാരത് മാം കെ ഹാത്തോ മേം ബേഡിയാം നഹീം ബർദാസ്ത് കർ ദേങ്കെ, ജയ് ഭാരത് മാതാ. ഞങ്ങൾ എന്തും ഭാരതാംബയ്ക്ക് ജീവൻ കൊടുക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ ഭാരതാംബയുടെ കൈകളിൽ ഒരിക്കലും കൈവിലങ്ങണിയിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഭാരതാംബ വിജയിക്കട്ടെ. സഭി സ്വരാജി ദോഹരാത്തേഹം, എല്ലാവരും ആവർത്തിക്കുന്നു. സാത്ത് ഹി ചാരോം ഓർ ചീക്ക് പുകാർ കി ആർത്ത് സ്വർ ഗുഞ്ജത്തേഹം, തൊട്ട് കൂടെ തന്നെ നാലുപാടും ദയനീയമായിട്ടുള്ള ഒച്ചകൾ അടികൊള്ളുന്ന സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്വരവും കേൾക്കുന്നു. സംഗീത് ആസാദി ഖേ കിസി ഗീത്, ഏതോ ഒരു സംഗീതം കേൾക്കുന്നു. അതായത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദൃശ്യാന്തർ. സീൻ ചേഞ്ച് വീണ്ടും. ബാസാറമേം ഖട്ഖടാത്തെ ധടാധഡ് ദുക്കാനോം കെ ഷട്ടർ ഗിർനെ ലഗ്തേ ഹേ, തനാവ് ഫരീട്ടി പണി. പെട്ടെന്ന് തന്നെ ചന്തയിലെ ഷട്ടറുകളെല്ലാം പടപടയെ കടകളുടെ ഷട്ടറുകളെല്ലാം അടയ്ക്കുന്നു. എന്നിട്ട് വീണ്ടും ഓരോരോ ഡയലോഗ്സ് കേൾക്കുകയാണ്. സുൻതേ ഹോ ഇബ്രാഹിം അലി ഘോടേസെ കുചൽ ഗേ, കേട്ടോ, ഇബ്രാഹിം അലി കുതിരയെ കൊണ്ട് ചവിട്ടി മെതിപ്പിച്ചു ഇബ്രാഹിം അലിയെ. കൈ സ്വരാജി ജഗ്മി ഹോ ഗേ, ന വോ പീച്ചെ ഹട്ട്തേ ഹേ, ന പുലീസ് ഉനെ ആകെ ജാനേ ദേത്തി ഹേ. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരുപാട് പേര് മുറിവേറ്റു. അവർ എന്നിട്ടും പിന്നോട്ട് മാറുന്നില്ല. പോലീസ് അവരെ മുന്നോട്ട് വിടുന്നതുമില്ല. ഷഹർമേൻ തനാവ് ഫൈൽ റായ്, പട്ടണത്തിൽ അക്രമം ഒരുപാട് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്.
മൈക്കു ആപ് തോ ഭായ് രുക്കാ നഹീ ജാത്ത. സഹോദരന്മാരെ, ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല. മൈ ഫി ജുലൂസ് മേ ഷാമിൽ ഹോവുങ്ക. ഞാനും ആ ജാഥയിൽ ചേരാൻ പോവുകയാണ്. ആദ്യം കടക്കാരനായിരുന്ന മൈക്കു അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞാനും പോകുന്നു അതിൻ്റെ കൂടെ. ദീൻ ദയാൽ ദുക്കാൻ ബന്ദ് കർ മൈ ഫി തുമാരെ സാത്ത് ചൽത്താ ഹൂ മൈക്കു. ശംഭു തും ക്യാ സോച്ച് രഹേ ഹോ. ഞാനും കടയടച്ച് നിൻ്റെ കൂടെ വരുന്നു മൈക്കു. ശംഭു, നീ എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? ശംഭുനാഥ് വിരോധ് മേ പൂരാ ബാസാർ ബന്ദ് ഹോ രഹാ. ഇവരോടുള്ള എതിർപ്പ് കാരണം ഈ മാർക്കറ്റ് മുഴുവൻ അടച്ചു. മൈ കൈസെ അപ്പനി ദുക്കാൻ ഖുലി രഖ് സക്താ ഹൈ. ഞാൻ മാത്രം എങ്ങനെ എൻ്റെ ഈ ഷോപ്പ് തുറന്നിരിക്കും? ഏക് ദിൻ തോ മർനാ ഹി ഹൈ, ജോ കുച്ച് ഹോനാ ഹൈ ഹോ. ഒരു ദിവസം എന്തായാലും നമ്മൾ മരിച്ചേ മതിയാകൂ. എന്തോ സംഭവിക്കട്ടെ. ആഖിർ വേ ലോഗ് സഭി കെ ലിയെ തോ ജാൻ ദേ രഹേ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണല്ലോ ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാവുന്നത്. നേപഥ്യ സെ സൈക്കടോ ലോഗോം കി ഉത്തേജിത ആവാസ് ആത്തി ഹെ. അണിയറയിൽ നൂറുകണക്കിന് ആൾക്കാരുടെ ഉത്തേജിക്കപ്പെട്ട സ്വരം വരുന്നു. മാരോ മാരോ സിപാഹിയോങ്കോ മാരോ. കൊല്ല് കൊല്ല് അവന്മാരെ, പട്ടാളക്കാരെ കൊല്ല്. ഏ അപ്പനെ ഹി ഭായ് ബന്ധു ഹേം മഗർ അംഗ്രേസോങ്കെ പിട്ടു ബൻഗേം. ഇവർ നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്, പക്ഷേ ഇംഗ്ലീഷുകാരുടെ കാശും വാങ്ങിക്കൊണ്ട് നമ്മളെ തല്ലാൻ വരുന്ന വെറും ഇംഗ്ലീഷുകാരുടെ പാവകളായിപ്പോയി. സംഗീത് ആസാദ് കി ധുൻ. വീണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ മ്യൂസിക് കേൾക്കുന്നു. ദൃശ്യാന്തർ സീൻ ചേഞ്ച്. ഉമട്ടി ചലിയാര ഈ ഉത്തേജിത് ഭീഡ് കാ സ്വർ നസ്ദീകാരായ. ഇളകി മറിഞ്ഞു വരുന്ന ജനങ്ങളുടെ ഉത്തേജിക്കപ്പെട്ട സ്വരം അടുത്തടുത്ത് വരുന്നു. തഫിയക്ക് മോട്ടോർ കാർ സ്റ്റാർട്ട് ഹോനേക്ക് ധ്വനി. അപ്പോൾ ഒരു മോട്ടോർ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം. ബീർബൽ സിംഗ് ഖബ്ഡാക്കർ പരിഭ്രമിക്കുന്നു. അരെ DSP സാഹബ് തോ ചൽ ദിയേ. DSP സാഹബ് പോയോ ഇവിടുന്ന്? അബ് മൈ ക്യാ കരൂ. അഹിംസാക്കെ വൃദ്ധാരിയും പർ രണ്ടാ ബരസന അവർ ബാത്തേ. ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യുക? അഹിംസയിൽ അടിയുറച്ചു വരുന്ന ആൾക്കാരെ അടിച്ചോടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഹിംസക്ക് ഭീഡ്ക സാമന കർണ അവർ. പക്ഷേ നമ്മളെ തിരിച്ചടിക്കാൻ വരുന്ന ഹിംസയുമായിട്ട് വരുന്ന ആൾക്കാരെ നേരിടുന്നത് അത്ര എളുപ്പമല്ല. ആദേശാത്മക സ്വർമ്മയും ഉടനെ സിപാഹിയും പട്ടാളക്കാരോട് ആജ്ഞ നൽകുന്നു. ആഹിസ്താസെ പീച്ചെ ഹട്ലോ. പെട്ടെന്ന് പിന്നോട്ട് മാറിക്കോ. ഘോടോം കി ഠാംബോം കി മുഡ്നേക്ക സ്വർ. ഉടൻ തന്നെ കുതിരകളെല്ലാം തിരിയുന്നു. ഈ സംഭവങ്ങളെല്ലാം കേട്ട് ഇബ്രാഹിം അലി കരാഹത്തെ ഹുയെ ഞരങ്ങിക്കൊണ്ട്, ക്യോം കൈലാഷ് ഈ ആവാസേം കൈസി ഹേ. കൈലാശേ, എടാ ഈ സ്വരം എന്താണ്? ക്യാ ലോഗ് ഷഹർ സെ ആരേം. പട്ടണത്തിൽ നിന്നൊക്കെ ആളുകൾ വന്നോടാ. കൈലാഷ് ചിന്തിത് ഹോക്കർ, വളരെ ആലോചിച്ചിട്ട്, ജി ഹാം ഹസാരോ ആദ്മി ഹേം. അതെ, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇബ്രാഹിം അലി, തോ അബ് ഖൈരിയത് നെയ്യും ഠണ്ട ലൗടാ ദോ. ഹമേ ഫൗരൻ ലൗഡ് ചലന ചാഹിയേ. മതി, നമുക്ക് നമ്മുടെ വടിയും അതുപോലെ തന്നെ നമ്മുടെ കൊടികളൊക്കെ എടുക്ക്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകണം. നഹി തോ തൂഫാൻ മജായക. ഇല്ലെങ്കിൽ ഇവിടെ കൊടുങ്കാറ്റടിക്കും. ഹമേ അപ്നെ ഭായിയോ സെ ലഡായി നഹി കർണി ഹേ. നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് യുദ്ധം ചെയ്യേണ്ട. കഹോ സബ്സെ വാപ്പസ് ലൗട്ട് ചലേ. എല്ലാവരോടും പറയ്, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയ്. കൈലാഷ്, യേ ആപ് ക്യാ കർ രഹേം. ഉഡ്നേക്ക് കോശിഷ് കർ രഹേം. താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എഴുന്നേക്കാൻ ശ്രമിക്കുന്നു. വേണ്ട, ജയ്സാബ് കഹേങ്കെ വൈസായി ഹോഗ. അങ്ങ് എന്ത് പറഞ്ഞാലും അതുപോലെയല്ലേ നടക്കുള്ളൂ. എഴുന്നേക്കണ്ട. ലോഗോം കി ഓർ മുഡ്കർ. ഉടനെ ആൾക്കാരോട് തിരിഞ്ഞ്, ഭായിയോ ഇബ്രാഹിം ചാച്ചാക്കെ ലിയെ ജൽദി സെ സ്ട്രക്ചർ തയ്യാർ കറോ. ഇബ്രാഹിം ചാച്ചയ്ക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ സ്ട്രക്ചർ തയ്യാറാക്കൂ. ചണ്ടിയോം കെ ബാസോം കോ സാഫോം और റൂമാലോം സെ ബാന്തോ. ജൽദി കറോ. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തൂവാലകളും അതുപോലെ തന്നെ ടവലൊക്കെ മുളയുമായിട്ട് ചേർത്ത് കെട്ടു. പെട്ടെന്ന് തന്നെ ചെയ്യൂ. സ്ട്രക്ചർ തയ്യാറാക്കൂ. ഇബ്രാഹിം അലി കാംതി ആവാസ്മേം വിറങ്ങലിച്ചുകൊണ്ട്, ലോഗോം കി മനോവൃത്തിമേം ആയ വ പരിവർത്തൻ ഹി ഹമാരി അസലി വിജയ് ഹെ. ആൾക്കാരുടെ മനസ്സിലുണ്ടായ ഈ മാറ്റമാണ്. അതായത് ആദ്യം ആൾക്കാരെല്ലാം ഇതിന് പങ്കെടുക്കേണ്ട മുണ്ടികളുടെയും മുടന്തന്മാരുടെയും സമരം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു, പുച്ഛിച്ച് കളഞ്ഞു. എന്നിട്ട് നമുക്ക് അടിയേറ്റ് വീഴുമ്പോൾ ആൾക്കാരുടെ മനസ്സിലുണ്ടായ ചേഞ്ച്, അതാണ് നമ്മുടെ വിജയം. അസലി വിജയ് ഹെ. ഹമാര ഉദ്ദേശ് കേവൽ ജനതാക്കി സഹാനുഭൂതി പ്രാപ്ത് കർണ ഹെ. നമ്മുടെ ഉദ്ദേശം കേവലം ജനങ്ങളുടെ അനുകമ്പ നേടുക എന്നുള്ളതാണ്. ഉസ്കി മനോവൃത്തിക്കോ ബദൽ ദേന ഹെ. അവരുടെ മനസ്സിൻ്റെ ധാരണ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ജിസ് ദിൻ ഹം ഇസ് ലക്ഷ്യ പർ പഹുഞ്ച് ജായെങ്കെ ഉസ് ദിൻ സ്വരാജ് സൂര്യ കാ ഉദയ് ഹോഗ. ഏത് ദിവസമാണോ നമ്മുടെ ആ ലക്ഷ്യത്തിൽ എത്തുന്നത്, അന്ന് നമുക്ക് പുതിയ സ്വതന്ത്ര രാജ്യം ലഭിക്കുകയും ചെയ്യും.
ജയ് ഭാരത് മാതാ, ഭാരതാംബ വിജയിക്കട്ടെ, സഭി ജോഷിയിലെ സ്വർമയും ജയ് ഭാരത് ദോഹരാത്തേഹയും. എല്ലാവരും അത് ഏറ്റ് പറയുന്നു അല്ലെങ്കിൽ ആവർത്തിക്കുന്നു. സംഗീത് ആസാദി കി ധ്വൻ, സംഗീതം, സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട സംഗീതവും കേൾക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ.